വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായി അതിന് കീഴ്പ്പെട്ട് നിലപാടുകൾ ആരെങ്കിലും സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചില പതാകകൾക്ക് അയിത്തം പ്രഖ്യാപിക്കും. അത് ചോദ്യം ചെയ്യാൻ, അതിനെ വിമർശിക്കാൻ ജനാധിപത്യത്തിൽ പൗരന് അവകാശമുണ്ട്. അപ്പോൾ ആ നിലയിൽ പരിശോധിച്ചാൽ 2019 കോൺഗ്രസിൻ്റെ പതാക മാത്രമാണ് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അന്ന് ലീഗ് പതാക വരാത്തതിൽ വലിയ പ്രതിഷേധം വന്നു. ഇപ്പോൾ ലീഗിനെ മാത്രമായിട്ട് ഒഴിവാക്കുന്നത് പ്രശ്നമെന്നുള്ളത് കൊണ്ട് ആരുടെയും പതാക വേണ്ട. അതിന് പറഞ്ഞൊരു കാരണം ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് പ്രത്യേകിച്ച് പതാകേൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞത്. അപ്പോൾ മറ്റ് 19 സീറ്റിലും സ്ഥാനാർത്ഥികൾ മനസ്സ് പതിഞ്ഞില്ലേ? അതുകൊണ്ടാണ് അവിടെയൊക്കെ പതാക പിടിക്കുന്നത്. ഇപ്പോൾ വടകരയിലും കോഴിക്കോടും ലീഗിൻ്റെ പതാകയും വേണം, ലീഗിൻ്റെ വോട്ടും വേണം. എന്നാൽ വയനാട്ടിൽ ലീഗിൻ്റെ വോട്ട് വേണം, പതാക വേണ്ട. ഇതാണ് ഇതിലെ പ്രത്യേകത. ലീഗിൻ്റെ ഭരണഘടനയിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് എന്നാണല്ലോ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം പോയിട്ട് സ്വന്തം ഭരണഘടന സംരക്ഷിക്കാൻ മുസ്ലിം ലീഗിന് പറ്റുന്നില്ല. ഇതാണോ അഭിമാനകരമായ അസ്തിത്വം എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അത് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ പതാകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, AKG സെൻ്റർ എന്ന് പറയണ്ട എന്ന്. കറക്റ്റ്. ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടി കെട്ടണോ ഉപയോഗിക്കണോ, കെട്ടണ്ടയോ ഉപയോഗിക്കേണ്ടയോ പരിപാടികളെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, ഇവിടെ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായി വളരെ ബോധപൂർവം ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ ഉൾപ്പെടെ വരികയാണ്. അതിൻ്റെ ഭാഗമായി ചില ചിഹ്നങ്ങൾ, ചില നിറങ്ങൾ, ഇതിനൊക്കെ അലർജി പ്രഖ്യാപിക്കുകയാണ്. SDPI പിന്തുണ കൊടുത്തു, പക്ഷേ ഏറ്റവും ഒടുവിൽ വേണ്ട. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇത്തരം നിലപാടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ ചർച്ച ചെയ്യപ്പെടും. അത് ഓരോ പൗരൻ്റെ അവകാശമാണ് ചർച്ച ചെയ്യാൻ. ഈ SDPI വോട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെ വേണ്ട എന്ന് പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും അത്തരം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ താലോലിക്കുന്നില്ല. അത് നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ. പരസ്യമായി കോൺഗ്രസും ലീഗും BJPയും സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥലമാണല്ലോ വടകര. 1991 ബേപ്പൂരും ഒരുമിച്ചന്ന് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യമായിട്ടായിരുന്നു. 2 കോലീബിയായിരുന്നു. UDFും BJPയും വോട്ട് കൂട്ടിയാൽ അവർ ജയിക്കേണ്ടതാണ് കണക്ക്. പക്ഷേ ജനങ്ങൾ അവരെ പരാജയപ്പെടുത്തി. 1991 നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ഗാന്ധിയുടെ വധത്തിൻ്റെ ഭാഗമായി സഹതാപ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പാണ്. 4 വർഷം കഴിഞ്ഞ് ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച നായനാർ സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണത്തുടർച്ച ഇല്ലാത്ത തെരഞ്ഞെടുപ്പ്. ആ ട്രെൻഡിൽ പോലും വടകരയിലും ബേപ്പൂരിലും കോലീബിയെ പരാജയപ്പെടുത്തി. ആ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഒരു ഭാഗത്ത് BJPയെ താലോലിക്കുന്നു, നിലപാടെടുക്കുന്നില്ല പല വിഷയത്തിലും. കേന്ദ്ര സർക്കാർ നൽകുന്ന വെട്ടിക്കുറച്ച ഫണ്ടിനെതിരെ ഇവിടെ നിലപാടില്ല. ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് വരുമ്പോൾ അതിന് സിന്ദാബാദ് വിളിക്കുകയാണ്. പൗരത്വ നിയമം കേരളത്തിലെ കോൺഗ്രസ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാടിനെ എതിർക്കുന്നു, എന്നാൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് സ്റ്റാലിൻ്റെ നിലപാടിനെ അനുകൂലിക്കുന്നു. രണ്ടും ഒരേ നിലപാടാണ്, പക്ഷേ വ്യത്യസ്ത നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക്. സർക്കാരുകൾ രണ്ടും ഒരേ നിലപാടാണ് എടുത്തത്, പക്ഷേ വ്യത്യസ്ത നിലപാടുകൾ 2 സംസ്ഥാനത്തെയും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നു. ഇത് പൊതുവേ കാണുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രശ്നങ്ങളെയൊക്കെ കാണുന്നു. ഇതേ സമയം തന്നെ ഈ SDPI വെൽഫെയർ പാർട്ടി വോട്ടുകൾ വേണ്ട എന്ന് പൂർണ്ണമായും പറയാൻ CPMന് സാധിക്കും. അതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ നേതൃത്വം കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം അങ്ങ് തന്നെ ചട്ടലംഘനം നടത്തിയെന്ന് പറഞ്ഞുള്ള വലിയ പരാതികളും ഒക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. കളക്ടർ നോട്ടീസ് നൽകിയെന്ന് പറഞ്ഞു. അങ്ങ് നോട്ടീസ് കിട്ടിയോ? അതിന് മറുപടി നൽകിയിട്ടു? അല്ല, അതിലൊരു ചട്ടലംഘനവും ഇല്ല. ആ പ്രസംഗത്തിൻ്റെ വീഡിയോ ആർക്ക് വേണമെങ്കിലും കാണിച്ചു തരാം. ആർക്ക് വേണം. അത് സോഷ്യൽ മീഡിയക്ക് ഇതിനകം വന്നതാണ്. നേരത്തെ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. ആ പ്രസംഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു പുതിയ പരിപാടിയല്ല. അത് ബോധപൂർവ്വം ചിലർ മറച്ചു വെക്കുക. ഇത് നേരത്തെ പ്രഖ്യാപിച്ചാണ്. അതിൻ്റെ ഭാഗമായി നിരവധി യോഗങ്ങൾ നടന്നതാണ്. അതിലൊരു ചട്ടലംഘനവും ഇല്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ 15 വർഷം ഈ മണ്ഡലത്തിലൊരു വികസന പ്രവർത്തനവും പറയാനില്ലാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനം ഈ കോഴിക്കോട്ടുള്ളതൊക്കെ പറയുമ്പോൾ അതിൽ വിരളി കൊണ്ടിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇനിയും പറയും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ പറയും.